ഒരു എലി കാരണം ഒരു 15,000 രൂപ നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല കേട്ടോ, ഒരു എമർജൻസി ആയിട്ട് പോകേണ്ടി വന്നിട്ടുള്ള ഒരു യാത്ര അടക്കം മുടങ്ങി. എലി തന്ന പണിയാണ് കേട്ടോ. അതെന്താണെന്ന് നോക്കാം. അതിന് തൊട്ട് മുന്നായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നമുക്കൊക്കെ ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ. വരും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സംഭവം ശരി തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏപ്രിൽ മാസങ്ങളിലാണ് നമ്മുടെ പാലക്കാട് ഏറ്റവും കൂടുതൽ നെൽകൃഷി വിളയെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് എലികൾ വരുന്നുണ്ട്. നമുക്കറിയാലോ, പാലക്കാട് എന്ന് പറയുന്നത് നെല്ലറിയല്ലേ, മിക്ക വീടുകളിലും കൃഷി ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എലി വരുന്നത്. അപ്പോൾ ഈ കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട് കൂടുതൽ ഇവിടെ വയറിംഗ് കിറ്റുകൾ മാറ്റി കൊടുക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലി കയറി പോകുന്നത് വിളയാടാണ്. ഒരവിടെ കടിച്ചാൽ തന്നെ മൊത്തം ഡാമേജ് ആകും. നമ്മൾ ഈ ഒരു സെൻസർ വാഹനങ്ങൾക്ക് ലൂപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റേതായ ഒരു പ്രൊഫഷൻ കിട്ടത്തില്ല. ഷോർട്ട് സർക്യൂട്ട് ഒരുപാട് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വാഹനം ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ്. 2019 മോഡൽ സെലീരിയാണ് കേട്ടോ. ഏകദേശം കുറച്ച് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വയറിംഗ് കിറ്റ്, ഫ്ലോർ വയറിംഗ് കിറ്റ് വന്നിട്ട് 7,882 രൂപയാണ്. നമ്മൾക്കിത് അഴിച്ച് മാറ്റാനായിട്ട് ലേബർ വരുന്നത് ടാക്സ് അടക്കം 2,600 രൂപ വരുന്നുണ്ട്. ടോട്ടൽ 10,482 രൂപയാണ് നിലവിൽ വരിക. ഈ ഒരു വാഹനം ഓട്ടിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു, വണ്ടി സ്റ്റാർട്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ക്രെയിൻ സർവീസ് വെച്ചിട്ടാണ് ഈ ഒരു വാഹനം കൊണ്ടുവന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 3,500 രൂപയും ടോട്ടൽ ഒരു 15,000 രൂപ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ആയിട്ടുണ്ട് നിലവിൽ. പക്ഷേ ഇത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ ക്ലെയിം ചാർജ് മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. ഏകദേശം ഒരു 1,000 രൂപ പ്ലസ് ഇതിൻ്റെ ക്ലെയിം സർവീസിൻ്റെ ഒരു 3,500 രൂപ, മൊത്തം 4,500 രൂപയാണ് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. എങ്ങനെയാണെന്ന് കണ്ടോ, ഈ ഒരു വയറൊക്കെയാണ് കടിച്ച് നശിപ്പിച്ചിരിക്കുന്നത്. ഫ്യൂൽ പമ്പിൽ വരുന്ന ആ ഒരു ഭാഗത്ത്, അതേമാതിരി ആ ഒരു സെൻസറുകളിലേക്ക് പോകുന്ന കുറേ ഭാഗങ്ങളിലൊക്കെ കടിച്ചിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ലൂപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു സാധനം വയറിംഗ് കിറ്റ് മാറ്റാനായിട്ട് നമ്മൾ കസ്റ്റമർ അടുത്ത് അപ്രൂവൽ എടുത്ത് മാറ്റുന്നത് കേട്ടോ.
അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു വാഹനം ഒന്ന് ഓടിച്ച് നോക്കാം. അതിന് തൊട്ട് മുന്നായിട്ടേ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മൾക്ക് ഇതേപോലെ വല്ല വർക്കുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ പോക്കറ്റ് കാലിയാവും. ഇപ്പം നിലവിൽ ഈ ഒരു വയറിംഗ് കിറ്റ് മാത്രമേ കംപ്ലൈൻ്റ് ആയിട്ടുള്ളൂ. ഇതിന് തൊട്ട് മുമ്പുള്ള കുറേ വർക്കുകൾ ഞങ്ങൾ ചെയ്തത് ഇതിൻ്റെ വയറിംഗ് കിറ്റ് ഷോർട്ടായിട്ട് ECM BCM അടക്കം അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അറിയാലോ, അതൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ഒരുപാടാകും. ഫുൾ കവർ ഇൻഷുറൻസ് ആ ഒരു കസ്റ്റമർ എടുത്തത് കൊണ്ട് തന്നെ ആ കസ്റ്റമർക്ക് ഏകദേശം കുറച്ച് എമൗണ്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങളിത് ശ്രദ്ധിക്കുക കേട്ടോ. വാഹനം ഏതോ ആയിക്കോട്ടെ, ബൈക്കാണെങ്കിൽ അടക്കം നമ്മൾ ബമ്പർ ടു ബമ്പർ ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കണം. നിലവിലിപ്പോൾ ഇത്ര ഒരു കംപ്ലൈൻ്റ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോഴേ ഈ ഒരു എലി വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എലി വരാതിരിക്കാനായിട്ട് ആൻറ്റി റാറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അത് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റാറ്റ് വരില്ല എന്നാണ്, ഒരു 6 മാസത്തേക്ക് വരില്ല എന്നാണ് എൻ്റെ കമ്പനി അവകാശപ്പെടുന്നത്. എന്തായാലും 6 മാസത്തെ ഇല്ലെങ്കിലും ഒരു 2 മാസത്തേക്ക് നമുക്ക് ഒരു എലിൻ്റെ ശല്യം അധികം ഉണ്ടാവാറില്ല കേട്ടോ. നമ്മളത് ചെയ്തു കൊടുത്തതാണ്. നമ്മുടെ ഇൻഡസ്ട്രികളിൽ എല്ലാം അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നതാണ്. അത് നോക്കി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാസത്തേക്ക് തീർച്ചയായിട്ടും വരില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ടേ ഇനി നമുക്ക് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.